ഇപ്പോൾ സി ദാവൂദ് കൂടെ തുടരുന്നുണ്ട്. സി ദാവൂദ്, ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനയുടെ കൊലപാതകത്തിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ വലിയൊരു സംഘർഷ സാഹചര്യത്തിൽ വളരെ ഭീതിയോടുകൂടെ കഴിയുന്ന പശ്ചിമേഷ്യയിലെ ജനങ്ങളെ കൂടെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് എത്ര കണ്ട് വലിയൊരു തിരിച്ചടിക്ക് ഇറാന് ഇനി സാധിക്കുമെന്നുള്ള ചോദ്യങ്ങളുമുണ്ട്. നോക്കൂ ജിൽസി, ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രസ്താവന ഇറാന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷെ ഇറാനിയൻ സമൂഹത്തിൽ ഒരു ആത്മവിശ്വാസം വളർത്തുവാനും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല എന്ന സന്ദേശം അമേരിക്കക്കും ശത്രുരാജ്യങ്ങൾക്കും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു റട്ടറിക് എന്നതിലപ്പുറം പ്രായോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള വലിയ തിരിച്ചടി നൽകാവുന്ന ഒരു കപ്പാസിറ്റിയിൽ ഇറാൻ ഇപ്പോഴുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇറാൻ പിടിച്ചു നിൽക്കും, ഇറാൻ അത്ര എളുപ്പം വഴങ്ങില്ല, ഇറാൻ കീഴടങ്ങില്ല, അല്ലെങ്കിൽ റെജീം ചേഞ്ച് എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആഗ്രഹം അത്ര എളുപ്പം നടക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള ഒരു വലിയ തോതിലുള്ള ഒരു സൈനികമായ തിരിച്ചടിക്കുള്ള ശേഷി ഇറാന് ഇപ്പോഴുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പ്രയാസമാണ്. നമുക്ക് ഇറാന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക ചെയ്ത കാര്യം നമുക്കറിയാം. അവിടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി ഇന്നേക്ക് 57 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. നോക്കൂ ജിൽസി, ഇങ്ങനെ ഒരു സംഗതി ലോക ചരിത്രത്തിന് അപൂർവമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒരു വിദേശ രാജ്യം ഹെലികോപ്റ്ററിൽ അയച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് 57 ദിവസം പിന്നിട്ടിരിക്കുന്നു. ലോകത്ത് അതേക്കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഒരു സംസാരവുമില്ല, ഒരു പ്രതിഷേധവുമില്ല, ഒരു അനക്കവുമില്ല. അതാണ് ലോകത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. പക്ഷേ ഇറാന്റെ കാര്യത്തിൽ എന്നിട്ട് അതിനുശേഷം സംഭവിക്കുന്നത് കൂടെ ശ്രദ്ധിക്കണം. വെനസ്വേലയിലെ ഇപ്പോഴത്തെ ഭരണകൂടം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ അമേരിക്ക ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അമേരിക്ക വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലയുടെ ഓയിൽ ഫീൽഡുകൾ, ഓയിൽ റിസർവ് അത് അമേരിക്കയ്ക്ക് വേണ്ടി അടിയറ വെച്ചിരിക്കുകയാണ്. സമാനമായ ഒരു കാര്യം ഇറാനിൽ സംഭവിക്കണം എന്നാണ് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. ഇറാനിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഓയിൽ റിസർവിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. ഇറാനെക്കുറിച്ച് പറയുന്ന ഒരു വാചകം ജിയോളജിക്കൽ പവർ ഹൗസ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ്. ലോകത്ത് മൊത്തം ധാതു നിക്ഷേപത്തിൻ്റെ മിനറൽ റിസർവിൻ്റെ 7% ഇറാനിലാണ്. ലോക ജനസംഖ്യയുടെ 17%. ലോകത്ത് ഒരു ജിയോഗ്രഫിക്കൽ സൈസ്, രാജ്യങ്ങളുടെ ജിയോഗ്രഫിക്കൽ സൈസ് എടുത്തു നോക്കിയാൽ 17ാമത്തെ രാജ്യം. പോപ്പുലേഷൻ്റെ കാര്യത്തിലും ജിയോഗ്രഫിയുടെ കാര്യത്തിലും 17ാം സ്ഥാനത്തുള്ള മിനറൽസിൻ്റെ ലോകത്തുള്ള മിനറൽസിൻ്റെ 7% കൈവശം വെച്ചിരിക്കുന്ന ഓയിൽ റിസർവിൻ്റെ 3% 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട 9.5 കോടി ജനസംഖ്യയുള്ള ഒരു വലിയ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം സമ്പൂർണ്ണമായി ഇന്ന് വെനസ്വേല എങ്ങനെയാണ് അമേരിക്കക്ക് കീഴടങ്ങി അമേരിക്ക പറയുന്നത് പോലെ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, അതേപോലെ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സാറ്റലൈറ്റ്, ഒരു ഉപഗ്രഹ രാജ്യമായി ഇറാനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രോജക്റ്റ് നടക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇറാനിയൻ ജനതയുടെ റെസിസ്റ്റൻസ്, പ്രതിരോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിശ്ചയമായിട്ടും ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ സംബന്ധിച്ച്, ഭരണകൂട സംവിധാനത്തെക്കുറിച്ച് ഇറാനിയൻ ജനതയ്ക്കിടയിൽ വലിയ തോതിലുള്ള വിയോജിപ്പുണ്ട്. ഈ 1979 ശേഷം നിലനിൽക്കുന്ന വിലായത്തെ ഫക്കീഹ് എന്ന് പറയുന്ന ഭരണക്രമം അത് മാറാൻ സമയമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന വലിയൊരു ശതമാനം ജനങ്ങൾ ഇറാനിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ജനസംഖ്യയുടെ 51% 35 വയസ്സിന് താഴെയുള്ളവരാണെന്ന് മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചിട്ടുള്ള, അവർ കണ്ടിട്ടുള്ള ഒരേ ഒരു സംവിധാനം, ഒരേ ഒരു നേതാവ്, അത് അലി ഖാംനയാണ്. ഇത് ഇത്രയും റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം ലോകത്ത് മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി വളരെയധികം ഞെരുങ്ങിയാണ് ജീവിക്കുന്നത്. ഇത്രയധികം റിസോഴ്സ് ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഞെരുങ്ങി ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ നേതൃത്വത്തിന് അതിന് പങ്കിട്ടെന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ജനവിഭാഗം അവിടെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംവിധാനങ്ങൾ മാറണം, സിസ്റ്റം മാറണം, കുറച്ചും കൂടെ തുറസായ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ളൊരു സൊസൈറ്റി രൂപീകരിക്കപ്പെടണം. ഈ പൗരോഹിത്യത്തിന് പ്രാമുഖ്യമുള്ള ഭരണ സംവിധാനം മാറണം എന്ന ആഗ്രഹമുള്ള വലിയൊരു ജനവിഭാഗം ഇറാനിലുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ അത് ഒരു പുറം ശക്തി അത് ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് അംഗീകരിക്കുന്ന ഒരു മനസ്സല്ല ഇറാൻ്റെതുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം നാഷണൽ പ്രൈഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിദേശ ശക്തി വന്ന് തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തി ഇവിടെ ഒരു റെജീം ചേഞ്ച്, ഒരു സിസ്റ്റം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് അത് അത്ര എളുപ്പം സാധ്യമല്ല.